നമസ്കാരം, ഞാൻ മേജോ. പോൾജോ പ്ലാസ്റ്റർവാലയുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജയദേവ് ടൈൽസ് എന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അവർ പോറോത്തം ബ്രിക്ക് ഉൾപ്പെടെ ഒരുപാട് ഈ നമ്മുടെ വയർ കട്ടായാലും കൺട്രി ബെൻഡ് ബ്രിക്ക് ആയാലും അങ്ങനെ ഒരുപാട് ബ്രിക്കുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ആ ഏരിയയിൽ. അപ്പോൾ അവർ നമ്മളായിട്ടൊരു ടൈപ്പിൽ അവരുടെ വർക്കുകളിൽ നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കാമെന്നൊരു ധാരണയിൽ നമ്മളൊരു ഡെമോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഷോറൂമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന അവിടെ ഒരു പാർട്ടീഷൻ വാള് ഫുള്ളായിട്ട് നമ്മുടെ മെറ്റീരിയൽ ചെയ്യുകയാണ്. അതിൻ്റെ പകുതി ഭാഗം നമ്മുടെ പ്ലാസ്റ്റർവാല 916ഉം പകുതി ഭാഗം നമ്മുടെ ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് 816 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോകളിലൂടെ കാണാം. നമുക്ക് അതിൻ്റെ വർക്കും ഡീറ്റെയിൽസൊക്കെ നമുക്ക് തുടർന്ന് കാണാം. ഇത് പ്ലാസ്റ്റർവാല 916 ആയാലും ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് 816 ആയാലും നമുക്ക് ഒരുപോലെ തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം മാത്രം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. അതായത് കട്ടി കൂട്ടി നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണമെങ്കിലോ കട്ട പണിയിലോ കുറച്ച് വെള്ളം കുറച്ച് നല്ല തിക്കായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി കനം കുറച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ വർക്കിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് സാധാരണ നോർമൽ പൊട്ടി മിക്സർ വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആ കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടും ഹാൻഡിൽ ചെയ്യാനും മിക്സ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്ലാസ്റ്റർവാല ആയാലും ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് ആയാലും. ഇത് നമ്മളിവിടെ കട്ട പണിയാൻ ഉപയോഗിക്കുന്നത് ഒരു 4mm തിക്കൻസിലാണ് നമ്മൾ ഈ മോട്ടോർ ജോയിൻറ്റുകൾ നമ്മൾ ചെയ്യുന്നത്. ആ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്. അത് 4mm തിക്കൻസിലുള്ള ഫ്ലാറ്റാണ് അതിൻ്റെ എഡ്ജിൽ വരുന്നത്. നമ്മൾ ആ 4mm തിക്കൻസിൽ നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റുകൾ കാണാൻ വളരെ 4mm തിക്കൻസ് ആകുമ്പോൾ മറ്റ് സിമെൻറ്റ് മണൽ പ്ലാസ്റ്ററിനേക്കാളും വളരെ കനം കുറവായിരിക്കും ചെയ്യും, കാണാനും ഭംഗിയായിരിക്കും ചെയ്യും. നമുക്ക് മെറ്റീരിയലിൽ കുറച്ചത് എന്താ പറയുക കോസ്റ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ കാണാനുള്ള ഭംഗിയും സൂപ്പറായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മളിത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർവാല 916 അതായത് വൈറ്റ് പ്ലാസ്റ്റർ ആണെങ്കിൽ നനയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്നിരുന്നാലും നമ്മൾ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അതിലൊരു 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ആ വെറ്റ്നെസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാണെങ്കിൽ മാത്രം നമ്മൾ 1-2 ദിവസം നനയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് 816 ആണെങ്കിൽ നിർബന്ധമായിട്ടും 3 ദിവസമെങ്കിലും നനയ്ക്കണം. കാരണം അതിലൊരു 20% സിമെൻ്റ് ഉള്ളതുകൊണ്ട് സിമെൻറ്റിന് ക്യൂറിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ഒരു 3 ദിവസം നമ്മൾ അതിന് ക്യൂറിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വൈറ്റ് കളർ ഗ്യാപ്പ് കാണുന്നത്, അതായത് ജോയിന്റ് ഫില്ല് ചെയ്തത് കാണുന്നത് പ്ലാസ്റ്റർവാല ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു 3mm മുതൽ 4mm തിക്കൻസിലാണ് നമ്മൾ ഇതിന്റെ ജോയിന്റ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളി ജിയോ പോളിമർ ആയതുകൊണ്ട് നമ്മുടെ പോറോത്തം ബ്രിക്കിന് ഏറ്റവും അനുയോജ്യമായ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മൾ പ്ലാസ്റ്റർവാല ഒരു ഡെമോ പോർഷൻ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് 3mm തിക്കൻസിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജിയോ പോളിമർ ആയതുകൊണ്ട് നല്ല ബോഡി സ്ട്രെങ്ത് കിട്ടുന്നത് മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആണ്. വളരെ തിന്നായിട്ട് നമുക്കത് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രേ കളറിലുള്ള ജോയിന്റ് ആണ്. ഇത് ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. 80% ജിയോ പോളിമറും 20% സിമെന്റ് ആണ് ഇതിലുള്ളത്. 3 ദിവസം ക്യൂറിങ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതും നമ്മൾ ചെയ്തിരിക്കുന്നത് 3mm മുതൽ 4mm തിക്കൻസിലാണ്. ഇവിടെ നമ്മൾ അതിന്റെ ഡെമോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. 3mm തിക്കൻസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്.